പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് കൂടുകയാണല്ലേ. ഇത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തിന് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അസുഖം വന്നാൽ സാധാരണ ജലദോഷമാണോ, പനിയാണോ, അതോ ഗൗരവകരമായ മറ്റ് ഇൻഫെക്ഷനുകളാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലെ പനിയും ജലദോഷവുമാണ്. വേനൽക്കാലത്തും ജലദോഷമോ എന്ന് അത്ഭുതപ്പെടേണ്ട. സമ്മർ കോൾഡ് ഈ സമയത്ത് സാധാരണമാണ്. ഇതിനൊപ്പം തന്നെ കണ്ടുവരുന്ന മറ്റൊരു വില്ലനാണ് ഹാൻഡ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്. കുട്ടികളുടെ കൈകളിലും കാലുകളിലും വായയ്ക്കുള്ളിലും ചുവന്ന കുരുക്കളും വേദനയും പനിയും കാണുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളും ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. പനിയും ജലദോഷവും മാത്രമല്ല, സ്കിന്നിനെയും ഈ വെയിൽ വെറുതെ വിടില്ല. കുട്ടികൾ വെയിലത്ത് കളിക്കുമ്പോൾ സ്കിൻ ചുവന്ന് തടിക്കുന്നതും ചൂടൂര് വന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതുമൊക്കെ വേനൽക്കാലത്ത് സ്ഥിരമായി കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ ചെടികളിൽ നിന്നോ പ്രാണികളിൽ നിന്നോ ഉള്ള അലർജികളും ഈ സമയത്ത് കുട്ടികളുടെ സ്കിന്നിൽ ഉണ്ടാകാം. ഇനി ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് ഡീഹൈഡ്രേഷൻ. കുട്ടി അമിതമായി തളരുകയോ മൂത്രത്തിൻ്റെ അളവ് കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരം അപകടാവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം പോലുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. സ്വിമ്മിംഗ് പൂളിലോ കുളങ്ങളിലോ ഒക്കെ ഇറങ്ങുമ്പോൾ ചെവിയിൽ വെള്ളം കെട്ടി നിന്ന് അണുബാധ ഉണ്ടാക്കാനും സ്വിമ്മേഴ്സ് ഇയർ എന്ന അവസ്ഥയ്ക്കും കാരണമാകും. കൂടാതെ പ്രാണികൾ പരത്തുന്ന രോഗങ്ങളും വേനലിൽ കൂടും. അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട. ചെറിയ ചില മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ തടയാം. ആദ്യത്തേത്, കുട്ടികൾക്ക് ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ നൽകണം. ഉച്ച സമയത്തെ കടുത്ത വെയിലേൽക്കാതെ നോക്കുകയും വേണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിപ്പിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും വെള്ളവും പരമാവധി ഒഴിവാക്കി ശുചിത്വം ഉറപ്പാക്കുക. കുട്ടികളുടെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. അവർ അമിതമായി തളരുന്നുണ്ടെങ്കിലോ പനി മാറുന്നില്ലെങ്കിലോ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കാൻ ഒട്ടും മടിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങളും വിശദാംശങ്ങളും ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റിലും ലഭിക്കുന്നതാണ്.